गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। गजाननं भूतगणादिसेवितं कवित्वजम्बुफलसारभक्षितम् उमासुधं शोकविनाशकारणं नमामि विघ्नेश्वर പാദപങ്കജം. ഹരേ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നോക്കാം, എന്താണ് ലളിതാ സഹസ്രനാമം എന്നോട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ദേവിയുടെ 1008 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം എന്നതോട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ദേവന്മാർക്കും സഹസ്രനാമങ്ങളുണ്ടല്ലേ. ഇപ്പം വിഷ്ണു സഹസ്രനാമമുണ്ട്, അതുപോലെ ശിവസഹസ്രനാമങ്ങളുണ്ട്, ഗണേശ സഹസ്രനാമങ്ങളുണ്ട്, അങ്ങനെ അനേക സഹസ്രനാമങ്ങൾ ഇപ്പോൾ എല്ലാ ദേവന്മാർക്കുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വെച്ച് പൊതുവെ പ്രചാരത്തിലുള്ള 3 സഹസ്രനാമങ്ങൾ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അതുപോലെ ശിവസഹസ്രനാമം. ഈ 3 പ്രധാനമായിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലളിതാ സഹസ്രനാമത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ നോക്കാം. ലളിതാ സഹസ്രനാമം മറ്റെല്ലാ സഹസ്രനാമങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സഹസ്രനാമങ്ങൾ അല്ലെങ്കിൽ എല്ലാ നാമങ്ങളും ജപിച്ചിട്ടുണ്ടാകും ഒരു ഋഷിയായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ആളാണ് ഋഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഋഷി ലളിതാ സഹസ്രനാമത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാരാണ് ഋഷികൾ. അതായത് മനുഷ്യരല്ല, ജ്ഞാനികളായിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ സന്യാസിമാരല്ല, ഇവരാരുമല്ല. ആരാണ്? വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാർ. ദേവിക്ക് ചുറ്റും ഇരിക്കുന്ന, ദേവി ഇരിക്കുമ്പോൾ മധ്യപീഠത്തിലിരിക്കുന്ന ദേവിയുടെ ചുറ്റും ഇരിക്കുന്ന വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാരാണ് ലളിതാ സഹസ്രനാമം ജപിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേവിയുടെ ആജ്ഞപ്രകാരമാണ് ഈ ലളിതാ സഹസ്രനാമം ജപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സംശയമാണ്, എന്ത്? ലളിതാ സഹസ്രനാമം മുഴുവനായിട്ടല്ലാണ്ട് ജപിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. സാധിക്കും എന്നുള്ളതാണ് ഉത്തരം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലളിതാ സഹസ്രനാമം അറിയുന്നവർ മുഴുവനായിട്ട് തന്നെ ജപിക്കണം. ആദ്യം മുതൽ ശ്രീമാത മുതൽ അവസാനത്തെ ആ ഒരു ഇതുവരെ നമ്മൾ ജപിക്കണം. അല്ലെങ്കിൽ സാധാരണ ആളുകൾ, പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവർ ഏറ്റവും എന്തായാലും ആരും പെട്ടെന്ന് ബൈ ബോൺ പഠിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല ഈ സഹസ്രനാമം എന്ന് പറയുന്ന സഹസ്രനാമം മാത്രമല്ല, ഒന്നുമല്ല. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ 1008 നാമങ്ങളാണല്ലോ നമ്മൾ സഹസ്രനാമങ്ങളായിട്ട് ജപിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു നേരം ജപിക്കാൻ സാധിച്ചാൽ അത് സുഹൃതമായിട്ടല്ലേ കണക്കാക്കേണ്ടുള്ളൂ. അപ്പോൾ ദേവിയുടെ 1008 നാമങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നാമങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന സമയത്ത് വിധി പോലെ പറ്റുന്ന വിധത്തിൽ തന്നെ സഹസ്രനാമം പറ്റുന്നത്രയും ജപിച്ച് തീർക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയായിട്ട് ജപിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഋഷിയായിട്ടിരിക്കുന്നത് മനുഷ്യന്മാരോ അല്ലെങ്കിൽ സന്യാസിമാരോ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു നേരത്തെ. പിന്നെ നമ്മളിതിൽ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജപിക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങൾ ഇൻവോൾവ് ആവാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാധിക്കുന്നതും ഒരേ സമയത്തിരുന്ന് പറ്റുന്നത്രയും ഒരുമിച്ച് ജപിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലാണ്ട് 2 വരി ജപിച്ചതിന് ശേഷം പിന്നെ നീറ്റ് പോയിട്ട് അടുക്കളയിൽ കുറച്ച് പണിയെടുത്ത് തിരിച്ചു വന്ന് വീണ്ടും ബാക്കി ജപിക്കാം. അങ്ങനെ ഒരു പതിവ് ഉണ്ടാവരുത്. കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് വന്നിട്ട് ഇരുന്ന് ജപിക്കുക. പറഞ്ഞുല്ലോ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. എന്താ വെച്ചാൽ, വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാരാണ് ഋഷികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഋഷിമാരും നമ്മളെ ശപിക്കും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വെറുതെ ശാപം എന്ന് പറയുന്നത് വെറുതെ വരുന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അതായത് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അനാസ്ഥ കാണിക്കും. ഈ അനാസ്ഥ കാണിക്കുക, നമ്മുടെ മനസ്സിൽ നമ്മൾ ശുദ്ധമായിട്ടാണ് പോണത്, നമ്മൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, അതിനോട് ആദരവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ശാപത്തിനൊന്നും നമ്മൾ പാത്രബോധരാവില്ല കേട്ടോ. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. പിന്നെ പറയാറുണ്ട് പലരും, ദേവി കോപിക്കും, ദേവി അത് ചെയ്യും ഇത് ചെയ്യും, അല്ലെങ്കിൽ ദേവി ചിലപ്പോൾ ശിക്ഷിക്കും. ദേവി കൊട്ടേഷൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അല്ലെ? കൊട്ടേഷൻ പണി എടുക്കുന്ന ഒരാളൊന്നുമല്ല ദേവി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ദേവി അതുകൊണ്ടാണല്ലോ അമ്മയെന്ന് വിളിക്കുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ നമ്മളെ എന്താ പറയുക, നമ്മളോട് ക്ഷമിക്കാത്തതായിട്ട് എന്താ ഉള്ളത്?
പൊതുവേ ഇതൊന്നും അറിയാണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ അമ്മ നമ്മളോട് ക്ഷമിക്കാത്തതായിട്ടുണ്ടോ? ഒന്നുമില്ല, ഒരിക്കലും ഒന്നുമില്ല. എല്ലാം എന്താണ് അമ്മ തന്നെയാണ് എല്ലാം. അമ്മയിൽ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുക, അമ്മേനോട് ക്ഷമ പറയുക, അവസാനം ജപം കഴിഞ്ഞിട്ട് അതോടെ എല്ലാം അമ്മ ക്ഷമിക്കും, അമ്മ അതിന് കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, ലളിതാ സഹസ്രനാമത്തെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച്, കാരണം ദേവി പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്നുള്ളത്. ആ സഹസ്രനാമം നമ്മൾ പറഞ്ഞു ദേവിയുടെ ആജ്ഞപ്രകാരം എങ്ങനെയാണ്, വെറുതെ ജപിച്ചതാണോ വശിന്യാദി വാഗ്ദേവത എന്നാൽ അവിടെ ഇരിക്കാം കുറച്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം ജപിക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദേവി എന്തായാലും ഇരിക്കുന്നത്, ദേവിയെ കുറച്ച് അങ്ങോട്ട് പ്രകീർത്തിക്കാം വിചാരിച്ച് ജപിച്ചാണോ? അല്ല, എന്താണ് ദേവിയുടെ ആജ്ഞപ്രകാരമാണ് വശിന്യാദി മുതലായുള്ള വാഗ്ദേവതമാർ എന്ത് ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക പവർ ഉണ്ട് എന്നുള്ളതാണ് വെക്കാനുള്ളത്. അപ്പോൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ജപിക്കണം നമ്മൾ പറഞ്ഞു, ആദ്യം മുതൽ, അതായത് ശ്രീമാത മുതൽ എവിടെ വരെ ജപിക്കണം, ശ്രീ ശിവാശിവ ശക്തൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യാം നാം സഹസ്രകം ജഗു, ഇതുവരെ എന്ത് വേണം ജപിക്കണം എന്ന് തന്നെ പറഞ്ഞു മുഴുവനായിട്ട്. അതായത് സഹസ്രനാമം മുഴുവനായിട്ട് ജപിക്കണം അറിയുന്ന ആളുകൾ. അറിയാത്ത ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്, അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജപിക്കണം. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണ് പറയണത്, പിന്നെ വേറൊരു പ്രത്യേകത എന്താ, സഹസ്രനാമത്തിൻ്റെ ലളിതാശ്രമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹയഗ്രീവാഗസ്ത്യ സംവാദമായിട്ടാണ് എന്ത് പറയുന്നത്, ലളിതാ സഹസ്രനാമം നമ്മൾ അറിയപ്പെടുന്നത്. എവിടെയാണ്, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹയഗ്രീവ അഗസ്ത്യ ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷി ആയിട്ടുള്ള സംവാദമായിട്ടാണ് എന്ത് പറയുന്നത്, ഈ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് രഹസ്യങ്ങളിൽ രഹസ്യമാണ് എന്ത്, ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് രഹസ്യങ്ങളിൽ രഹസ്യമാണ്. പക്ഷേ ഇന്ന് അത്യാവശ്യം ദേവിയുടെ കൃപ ഉള്ളവർക്ക് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ എന്തിനു പറ്റത്തുള്ളൂ, ഈ ലളിതാ സഹസ്രനാമം കേൾക്കാനും പഠിക്കാനും ജപിക്കാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ദേവിയുടെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുവാണ്, എന്താണ് ലളിതാശ്രമം മുഴുവൻ അല്ലാണ്ട് ജപിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? എന്താണ് ദേവിയുടെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ സഹസ്രനാമം ജപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ദേവിയുടെ 1000 നാമങ്ങൾ, 1000 8 കൂടി കൂട്ടി 1008. അപ്പോൾ 1000 നാമങ്ങളിൽ 10 നാമം അത് ജപിക്കാൻ സാധിക്കാച്ച നമ്മൾ സുഹൃതം ചെയ്തവരല്ലേ? ഉറപ്പായിട്ടുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സുഹൃതം ചെയ്തവർ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റണ പോലെ സഹസ്രനാമങ്ങൾ ജപിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമൊന്നും ഇനി വേണ്ട. 1008 നാമങ്ങൾ സാധാരണ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഇത് 20 മിനിറ്റ് 25 മിനിറ്റ് 20 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് ജപിക്കാൻ വേണം സഹസ്രനാമം അറിയുന്ന ആളുകൾക്ക്. അപ്പോൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ പോയാലും 1 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഈ 1 മണിക്കൂർ സഫർ ചെയ്തിരുന്ന് ജപിക്കാൻ പലർക്കും മടുപ്പ് തോന്നും. അപ്പോൾ മടുപ്പ് തോന്നിയിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉള്ളത് ഒരു പേജ് അല്ലെങ്കിൽ ഒരു 10 വരി അല്ലെങ്കിൽ 20 വരി ആണെങ്കിലും അത് വൃത്തിയായിട്ട് നമ്മൾ നോക്കാം. അടുത്ത 10 വരി അടുത്ത 20 വരി അടുത്ത ദിവസം ജപിക്കട്ടെ. അപ്പോൾ അങ്ങനെ ജപിച്ച് നോക്കുമ്പോൾ അതിനോട് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വരും. കമ്മിറ്റ്മെൻറ്റ് വരുന്നതിനപ്പുറത്ത് നമ്മൾ ദേവിയോട് പറയും, എന്ത്, ദേവി എനിക്ക് സഹസ്രനാമം ജപിക്കണം, അമ്മയുടെ സഹസ്രനാമം എനിക്ക് കാണാണ്ട് ജപിക്കാൻ ഉള്ള കഴിവുണ്ടാവണം. അപ്പോൾ അമ്മയോട് ഇത് പറഞ്ഞാൽ, അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് സാധിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അമ്മേനോട് പറയാൻ കാത്തിരിക്കുകയാണ് അമ്മേ. അപ്പോൾ നമ്മളിത് പറയാത്തതാ കുഴപ്പം. അമ്മേനോട് പറഞ്ഞാൽ അമ്മ പറയൂ, ആയിക്കോട്ടെ പഠിപ്പിക്കാം, ഇത്രയല്ലേ വേണ്ടൂ. അമ്മ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വൃത്തിയായിട്ട് സഹസ്രനാമം പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ ദേവിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ദേവീനോട് ക്ഷമ പറയാനുള്ള ഒരു മനസ്സ്, ഞാനല്ല എല്ലാം ദേവി തന്നെയാണ്, എല്ലാം ദേവിയിൽ അർപ്പിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം സുഖമായിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, എന്താണ് ലളിതാ സഹസ്രനാമം ജപിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത ഓരോ കാര്യങ്ങളൊന്നും കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. സഹസ്രനാമം ജപിക്കാം, ദേവിയുടെ നാമങ്ങൾ ജപിക്കാം, അതിനൊന്നും യാതൊരു നിഷ്കർഷയില്ല. ഏത് സമയം എന്താ എങ്ങനെയൊന്നും നോക്കണ്ട. സഹസ്രനാമം ജപിച്ചോളാം, ദേവിയുടെ നാമങ്ങൾ ജപിച്ചോളാം, വേണ്ടത്ര ജപിച്ചോളാം. കലികാലാണ്. ദേവിയുടെ നാമങ്ങൾ അല്ലെങ്കിൽ ദേവൻ്റെ നാമങ്ങൾ മാത്രമേ നമുക്ക് മുക്തിക്ക് ഉണ്ടാവുള്ളൂ എന്ന് ആണ് പറയണത്. കലികാലത്തിൽ നാമജപം മാത്രമേ മുക്തിക്ക് ആധാരമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ
അമ്മേ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ലെങ്കിൽ എന്താ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഇഷ്ടമുള്ള പോലെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീലളിതാംബികായേതി സമർപ്പയാമി.